നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ 5 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹങ്ങൾ കൈമാറിയത്. 13 പേർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. പരിക്കേറ്റവരിൽ 13 പേരിൽ 10 പേരുടെ നില അതീവ ഗുരുതരമാണ്. 2 പേർ വെന്റിലേറ്ററിൽ തുടരുകയാണ്. കാണാതായവർക്കായുള്ള തെരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കും. കഡാവർ നായ്ക്കളെ എത്തിച്ച് പരിശോധന നടത്തും. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തും. മൃതദേഹ ഭാഗങ്ങളുടെ DNA പരിശോധനയും ഇന്ന് നടക്കും. അപകടത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ എടുക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സ്ഫോടനത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ PMNRF നിന്ന് മരണപ്പെട്ട ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് 50,000 രൂപ വീതവുമാണ് ധനസഹായം അനുവദിച്ചത്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ പ്രധാനമന്ത്രി അനുശോചനം അറിയിക്കുകയും ചെയ്തു. സ്ഫോടനത്തിൽ 13 പേർ മരിച്ച പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ആർഭാടങ്ങളില്ലാതെ നടത്താൻ ആലോചന. പൂരത്തിന് വെടിക്കെട്ട് ഒഴിവാക്കാനും ആലോചനയുണ്ട്. സർക്കാരുകൾ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ദേവസ്വം. തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനം കാക്കുകയാണ് തിരുവമ്പാടി ദേവസ്വം. തുടർ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരുമാനിക്കട്ടെ എന്ന നിലപാടാകും ദേവസ്വം കൈക്കൊള്ളുക. പാറമേക്കാവും ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തും. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അക്കാര്യത്തിൽ ദേവസ്വങ്ങൾ കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കും. മരിച്ചവരുടെ സംസ്കാരത്തിനും സഹായം എത്തിക്കുന്നതിനും മുൻഗണനയെന്ന് ദേവസ്വം വൃത്തങ്ങൾ വ്യക്തമാക്കി. തമിഴ്നാട് വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നൌഷാദ് അലി അന്തരിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു മരണം. നൌഷാദ് അലിയുടെ ആരോഗ്യനില വഷളായിട്ടും ഡോക്ടർമാർ എത്താൻ വൈകിയതാണ് മരണം സംഭവിക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അപകടത്തിൽ പരിക്കേറ്റ മറ്റു 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലുള്ള മുഹമ്മദ് ഫായസിന്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു. ഇദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ്. അതേസമയം കോയമ്പത്തൂരിൽ തന്നെയുള്ള സഹദിൽ മുഹമ്മദിന്റെ നിലയിൽ നേരിയ പുരോഗതിയുള്ളതിനാൽ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മസ്നന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർ അറിയിച്ചു. ഇദ്ദേഹത്തെയും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നൌഷാദ് അലിയുടെ വിയോഗത്തോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു. കുമാരരാമം ഇടപ്പഴഞ്ഞി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര മതപഠശാലയിൽ കയറി പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കടുത്ത വെയിലിനെയും ചൂടിനെയും അവഗണിച്ച് സ്ത്രീകളും വയോധികരുമടക്കം നിരവധി പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത്. പ്രവർത്തകരെ പ്രകോപിപ്പിക്കാൻ പോലീസ് പലതവണ ശ്രമം നടത്തിയെങ്കിലും സമാധാനപരമായാണ് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തത്. വെള്ളയമ്പലം യക്ഷിയമ്മൻ ആൽത്തറ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിനെ തടയാൻ നിരവധി ബാരിക്കേഡുകളാണ് റോഡിൽ കുറുകെയും ഇരുവശങ്ങളിലുമായി പോലീസ് സ്ഥാപിച്ചിരുന്നത്. പലയിടങ്ങളിലും പോലീസിന്റെ വലിയ സന്നാഹങ്ങളും ഉണ്ടായിരുന്നു. നാമജപങ്ങളും പിണറായി സർക്കാരിന്റെ പോലീസിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളും മുഴക്കി പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് മലമുകളിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിനെതിരെ പരാതി നൽകിയതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിന്റെ പേരിലാണ് പോലീസിലെ ഒരു വിഭാഗം ക്രിമിനൽ സംഘം ക്ഷേത്രത്തിലേക്ക് ഇരച്ചുകയറിയത്. പോലീസ് ക്ഷേത്രാചാരങ്ങൾ തകർത്തു. ശ്രീകൃഷ്ണ വിഗ്രഹം തറയിലേക്ക് വലിച്ചെറിഞ്ഞു ഷൂ ഇട്ട് ചവിട്ടി. മതഗ്രന്ഥങ്ങൾ വലിച്ചെറിഞ്ഞു. പോലീസിലെ ഒരു വിഭാഗം ഗൂഢാലോചന നടത്തിയാണ് ക്ഷേത്ര മതപഠശാല ആക്രമിച്ചത്. മലമുകളിൽ ഡിവൈഎഫ്ഐക്കാരാണ് പോലീസിന് നേരെ അക്രമം നടത്തിയത്. അത് മറച്ചുവെക്കാനായി ഇടത് അനുകൂല പോലീസ് സംഘടന ഇടപെട്ട് ക്ഷേത്ര മതപാഠശാല ആക്രമിക്കാൻ പദ്ധതിയിടുകയായിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം പൂർണ്ണമായി നിലച്ചേക്കും. വൈദ്യുതി ബോർഡിന്റെ അധീനതയിലുള്ള 59 ഡാമുകളിൽ നിലവിലെ കണക്കനുസരിച്ച് സംഭരണശേഷിയുടെ 33% ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇത് 45%. മാർച്ച് അവസാനം മുതൽ വേനൽ മഴ നന്നായി കിട്ടിയതാണ് കാരണം. പാൽ ഉൽപാദന ചെലവ് ഉയർന്നിട്ടും പാലിന്റെ ന്യായമായ വില ലഭിക്കാത്തത് ക്ഷീര കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ചൂട് കടുത്തതോടെ പശുക്കളുടെ പാലുൽപാദനം കുറയുകയും പരിപാലന ചെലവ് കുത്തനെ ഉയരുകയും ചെയ്തത് കർഷകർക്ക് വലിയ തിരിച്ചടിയായി മാറി. 3 വർഷം മുമ്പാണ് സംസ്ഥാനത്ത് അവസാനമായി പാൽ വില വർദ്ധിപ്പിച്ചത്. +1 വിദ്യാർത്ഥിനിയായ മകളെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കും കാമുകനും ലഭിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. അമ്മയും അയൽവാസിയായ കാമുകനും ചേർന്ന് ആസൂത്രണം ചെയ്തു നടത്തിയ അസാധാരണമായ ഒരു കൊലപാതകമാണ് 2019 ജൂൺ 10 തിങ്കളാഴ്ച രാത്രിയിൽ തിരുവനന്തപുരം നെടുമങ്ങാട് നടന്നത്. കുട്ടിയുടെ അമ്മ തെക്കുംകര പറണ്ടോട് കുന്നിൽ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മഞ്ജുഷ 2ാം പ്രതിയും കാമുകൻ കരിപ്പൂർ കാരാന്തല കുരിശടിയിലെ അനീഷ് 1ാം പ്രതിയുമാണ്.
നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയായ മീരയാണ് കൊലപ്പെടുത്തിയത്. അനീഷുമായുള്ള ബന്ധത്തിനെതിരെ മീര പ്രശ്നമുണ്ടാക്കി തുടങ്ങിയതോടെയാണ് ഇരുവരും കൊലപ്പെടുത്താൻ തീരുമാനമെടുത്തത്. കുട്ടികൾ ഓടിച്ച സൈക്കിൾ ഇടിച്ച് 48കാരൻ മരിച്ചു. ഇടുക്കിയിലെ വെള്ളത്തൂവലിന് സമീപത്താണ് അപകടം നടന്നത്. പന്നിയാറുകുട്ടി സ്വദേശിയായ സാബുവാണ് മരിച്ചത്. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന സാബുവിനെ കുട്ടികൾ ഓടിച്ചിരുന്ന സൈക്കിൾ നിയന്ത്രണം വിട്ട് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. വീഴ്ചയിൽ സാബുവിന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. രാജ്യത്തിന്റെ പെൺമക്കളുടെ സിന്ദൂരം മായ്ച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് ഒരാണ്ട്. പാകിസ്ഥാന്റെ സഹായത്തോടെ ലഷ്കർ-ഇ-തൊയ്ബ ഭീകരർ ബൈസരൺ താഴ്വരയിൽ നടത്തിയ കൊടും ക്രൂരതയിൽ 26 നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. 2025 ഏപ്രിൽ 22-ന് ഉച്ചയ്ക്ക് 1 മണിക്കും 2:45-നും ഇടയിലായിരുന്നു ആക്രമണം. പാക് ഭീകരതയ്ക്കിരയായ നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിനരികിൽ നിശ്ചലയായി ഇരിക്കുന്ന ഭാര്യ ഹിമാൻഷി നർവാളിന്റെ ചിത്രം ഇന്നും രാജ്യത്തിന്റെ കണ്ണീരോർമ്മയാണ്. ഇതിന് മറുപടിയായി 2025 മെയ് 7 മുതൽ 10 വരെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകൾക്ക് ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു. അവരെ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. എക്സിലെ ഒരു പോസ്റ്റിൽ 2025 ഏപ്രിൽ 22-ലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി മോദി ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ മനസാക്ഷിയെ ഇപ്പോഴും ഭാരപ്പെടുത്തുന്ന ഒരു ദുരന്തമാണിതെന്ന് വിശേഷിപ്പിച്ചു. ഒരു തരത്തിലും ഭീകരതയ്ക്ക് ഇന്ത്യ വഴങ്ങില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് കുവൈറ്റിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയായ പരിമിത ത്രിപാഠി ചുമതലയേറ്റു. ഇന്നലെ ബയാൻ കൊട്ടാരത്തിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ അവർ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സാഹിബിന് തന്റെ ക്രെഡൻഷ്യലുകൾ ഔദ്യോഗിക പത്രിക സമർപ്പിച്ചു. കുവൈറ്റിലെ ഇന്ത്യയുടെ 20ാമത് സ്ഥാനപതിയായ പരിമിത ത്രിപാഠി ഈ പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് സ്ഥാനപതിയെ സ്വീകരിച്ചത്. ബംഗളൂരുവിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 27 വയസ്സുള്ള ഒരാളെ അയാളുടെ ബന്ധുവായ ഒരു സ്ത്രീ വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് ജീവനോടെ കത്തിച്ചു. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ കൊലപാതകമാണെന്ന് പോലീസ് സംശയിക്കുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് പ്രേമ എന്ന പ്രതി കിരണിനോട് പാശ്ചാത്യ ശൈലിയിൽ പ്രണയാഭ്യർത്ഥന നടത്തുമെന്ന് പറഞ്ഞതായി പറയപ്പെടുന്നു. തുടർന്ന് അവൾ അവന്റെ കൈകാലുകൾ ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട് കണ്ണുകൾ മൂടി. തുടർന്ന് സ്ത്രീ കിരണിന്റെ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്നും ഗുരുതരമായ പൊള്ളലേറ്റ കിരൺ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാജാജി നഗറിലെ ഭാഷ്യം സർക്കിളിനടുത്തുള്ള ഒരു VI സ്റ്റോറിൽ കിരണും 27 വയസ്സുള്ള പ്രേമയും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. അവരുടെ പരിചയം പിന്നീട് ഒരു ബന്ധമായി വളർന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഗൂഢാലോചന നടത്തിയതിനും സോഷ്യൽ മീഡിയ വഴി ആളുകളെ തീവ്രവാദികളാക്കി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് 2 പേരെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് ATS അറസ്റ്റ് ചെയ്തു. ഗാസ്വ-ഇ-ഹിന്ദ് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് ഒരു ഭീകര ശൃംഖല സൃഷ്ടിക്കാൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി ATS പറഞ്ഞു. RDX സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാനും RSS നേതാക്കളെ ലക്ഷ്യമിടുന്നതിനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി യുവാക്കളെ ഓൺലൈനായി റിക്രൂട്ട് ചെയ്യുന്നതിനുമാണ് അവർ ഉദ്ദേശിച്ചിരുന്നതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ കാണാതെ മുഖ്യമന്ത്രി സ്റ്റാലിൻ. DMK മുന്നണിയിൽ അംഗമാണെങ്കിൽ കൂടെ രാഹുൽ ഗാന്ധിയുടെ പല നിലപാടുകളും സ്റ്റാലിനെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. ഭരണം കിട്ടിയാൽ അധികാരത്തിൽ ഒരു പങ്ക് വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യമാണ് സ്റ്റാലിനെ വെറുപ്പിച്ചത്. ഇതൊരിക്കലും സാധിക്കില്ലെന്ന് സ്റ്റാലിൻ തിരിച്ചടിച്ചിരുന്നു. മന്ത്രിസ്ഥാനങ്ങളെല്ലാം DMKയ്ക്കായിരിക്കും. ഇതോടെ എന്തിനാണ് ഇത്തരത്തിലൊരു സഖ്യമെന്ന രീതിയിൽ കോൺഗ്രസിനുള്ളിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. പകരം ഏതെങ്കിലും കോർപ്പറേഷനുകളോ സർക്കാർ സ്ഥാപനങ്ങളിലെ ഡയറക്ടർ ബോർഡ് പദവികളോ എങ്കിലും നൽകാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടെങ്കിലും അതിനും സ്റ്റാലിൻ വഴങ്ങിയിട്ടില്ല. പശ്ചിമ ബംഗാളിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനും പ്രക്രിയ നിരീക്ഷിക്കുന്നതിനുമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൺട്രോൾ റൂം സ്ഥാപിച്ചു. ബൂത്തുകൾക്കുള്ളിലും പുറത്തും നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, തിരക്കേറിയ സ്ഥലങ്ങൾ, പോലീസ് നിരീക്ഷണം എന്നിവ കൺട്രോൾ റൂം വഴി നടത്തും. ഹൈടെക് നിരീക്ഷണത്തിനായി 200 സൂക്ഷ്മ നിരീക്ഷണ ഫീൽഡുകൾ സ്ഥാപിച്ചു. 2.4 ലക്ഷത്തിലധികം കേന്ദ്ര സായുധ പോലീസ് സേന CAPF ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. കൂടാതെ സുരക്ഷാ സേനയുടെ നീക്കങ്ങൾക്കായി തത്സമയ GPS ട്രാക്കിംഗും നിലവിലുണ്ട്. സമാധാന ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഇറാനുമായുള്ള US വെടിനിർത്തൽ നീട്ടി. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ അനിശ്ചിതമായി നീട്ടിവെച്ചു. എന്നാൽ ഇറാനിയൻ തുറമുഖങ്ങളിൽ ഉപരോധം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഫീൽഡ് മാർഷൽ അസിം മുനീർ എന്നിവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആക്രമണം നീട്ടിവെക്കാൻ തീരുമാനിച്ചതെന്ന് ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു.
ഇറാൻ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് ഒരു യുദ്ധപ്രവൃത്തിയാണ്, അതിനാൽ അത് വെടിനിർത്തലിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പ്രസ്താവിച്ചു. ഭീഷണിപ്പെടുത്തലിനെ എങ്ങനെ ചെറുക്കണമെന്ന് ടെഹ്റാൻ മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റോഡിംഗ് ലൈൻ എന്ന പദ്ധതിക്ക് വഴിയൊരുക്കിയ മൊസാദ് പ്രവർത്തകൻ രാജ്യത്തിന് പുറത്തുള്ള ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടുവെന്ന് ഏജൻസിയുടെ ഡയറക്ടർ ഡേവിഡ് ബാണിയ പറഞ്ഞു. ആ വ്യക്തി ആരാണെന്നും എപ്പോൾ കൊല്ലപ്പെട്ടുവെന്നും ഏത് സംഭവത്തിനിടയിലാണ് കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. സജീവ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം ഏജന്റിനെ എം എന്ന് തിരിച്ചറിഞ്ഞു. ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് 2026 ഫെബ്രുവരി 28 ആരംഭിച്ച സംയുക്ത പ്രചാരണമാണ് ഓപ്പറേഷൻ റോഡിംഗ് ലൈൻ. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.